ഇതാര് ചെയ്താലും ആരൊക്കെ ചെന്ന് കൈയിട്ട് വാരി തിന്നാലും അവര് ഗതി പിടിക്കില്ല ഒരു കാലം ഈ ജന്മല്ല 7 ജന്മത്തും അവന്റെ തലയിൽ ഇടുത്തി വീഴുന്നല്ലോ പോട്ടുകങ്ങ് സുനാമി പോയ സുനാമി അവനൊക്കെ തേടി ചെല്ലും. അല്ലെങ്കിൽ കൊറോണ രൂപത്തിൽ സീവേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതെ, അത് ഒരു കൈ മുഴ നീളത്തിലാണ് ഇവിടെ കുഴി എടുത്തിരിക്കുന്നത്. അത് എല്ലാ ദിവസവും ഇവിടെ ലോറി വന്നിട്ട് കോരിക്കൊണ്ട് പോകും. കുഴിയിലിട്ടെന്ന് പറഞ്ഞാൽ കുഴിയിലിട്ട് ഒരു ബോൾഡായിട്ടുള്ളൊരു തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് തീർത്ത് പൂർത്തീകരിപ്പിച്ചിട്ട് പുള്ളിക്കാരൻ ഇറങ്ങുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. മഴ പെയ്ത് കഴിഞ്ഞാൽ 2 മൂലക്കും വെള്ളം വീഴും, അപ്പുറത്തും വീഴും, ഗ്യാസ് ഇരിക്കുന്നിടത്ത് വീഴും, വെള്ളം മൊത്തം നനഞ്ഞ് കഞ്ഞി വെക്കാൻ പോലും പറ്റൂല. എന്തിനിങ്ങനെ പണിതതെന്ന് നമുക്കറിയാം. ഇന്നുണ്ടായതുകൊണ്ട് എന്നെ വിളിച്ച് കാണിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സ്മെല്ല്, ഒടുക്കത്തെ സ്മെല്ല് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് മരണം അറിഞ്ഞത്. ദുരന്തം ഞങ്ങൾ അനുഭവിക്കുന്നു. ആ 17 ലക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല വീട് വെക്കായിരുന്നല്ലോ. എന്താണ് ഇതിനുള്ള മറുപടി എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാമോ? നമസ്കാരം, ഞാൻ പോളി വടക്കൻ, മീഡിയം മലയാളം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന വിശാല കൊച്ചി വികസന അതോറിറ്റി. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസിനുണ്ടായ അപകടത്തെ തുടർന്ന് നിരവധി അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ കൊച്ചി മുണ്ടമ്പേലിയിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി GCD നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ഫ്ളാറ്റിൽ ഒരാൾ മരണപ്പെട്ട് 3 ദിവസത്തിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. അതും അറിയുന്നത് മരിച്ച വ്യക്തിയുടെ തൊട്ട് താഴെ നിലയിൽ താമസിക്കുന്ന വ്യക്തികളുടെ ബെഡ്റൂമിലൂടെ രക്തം വാർന്നൊഴുകി അതിൻ്റെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ്. ആ വീട്ടുകാർ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് 3 ദിവസം എത്തിയ അഴുകിയ ബോഡി തിരിച്ച് കാണുന്നത് തന്നെ. GCD അധികൃതരെ അറിയിച്ചെങ്കിലും ഈ വിവരം അറിയിച്ചതിന് ശേഷം പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിക്കഴിഞ്ഞ് വാതിൽ തുറന്നപ്പോഴാണ് 3 ദിവസത്തോളം പഴക്കമുള്ള ശിവൻ എന്ന ആളുടെ ബോഡി കാണപ്പെടുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്ക് ഇവിടെ താമസിക്കുന്ന ഓരോ വ്യക്തികളോടും ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും നമുക്ക് ഇതിനോടൊപ്പം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 3 ദിവസം എത്തിയിട്ടും തൊട്ട് അടുത്ത വീട്ടിലെ ആൾക്കാർ പോലും അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടെ നമുക്കറിയണമല്ലോ. ഇവിടെയുള്ളവർക്ക് പറയാനുള്ള അഴിമതി കഥകൾ നമുക്ക് കേൾക്കണ്ടേ? വിശാല കൊച്ചി വികസന അതോറിറ്റി വികസിപ്പിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരും അനുബന്ധ ഉദ്യോഗസ്ഥരും വികസിച്ചതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ജനങ്ങളും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തുമാത്രം അഴിമതിയാണ് GCD ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിയിരിക്കുന്നത്. കോൺട്രാക്ടർ മാത്രമല്ല, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ ആര് തന്നെയായാലും തലസ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്തേ പറ്റൂ. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ ഇവിടുത്തെ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. അപ്പുറത്ത് 15-ാം നമ്പർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെ ഈ താഴത്തെ വീട്ടിൽ വളരെ ഭയങ്കരമായ ദുർഗന്ധവും രക്തവും പോലെ എന്തോ ഒരു ലിക്വിഡായിട്ടുള്ള സാധനം ഒഴുകി വരുന്നതും കണ്ടിട്ട് അതെന്താണെന്ന് അറിയാനുള്ള ആശങ്കയിൽ ഞങ്ങളുടെ ഇവിടുത്തെ DSP GCDയൊക്കെ ഉള്ളവരും ഞങ്ങൾ GCDയെ അറിയിക്കും. അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥൻ ഇത് നോക്കാൻ വേണ്ടി വരികയും ചെയ്യും. അവരുടെ സാന്നിധ്യത്തിൽ നോക്കിയിട്ട് നമ്മൾ മേളിൽ ചെന്ന് കയറുമ്പോഴത്തേക്കാണ് മേളിൽ നിന്ന് ഈച്ചയും സ്മെല്ലും കണ്ടത്. ആ സ്മെല്ല് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയമായതുകൊണ്ടിട്ട് ഞങ്ങൾ പോലീസിനെ അറിയിക്കായിരുന്നു. അങ്ങനെ പോലീസിനെ അറിയിക്കും. പോലീസുകാർ വന്നു ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ അതിൻ്റെ ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും രക്തം തളകെട്ടി കിടക്കുന്നതായിരുന്നു. പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി നമ്മൾ മൊഴികളും കാര്യങ്ങളും കൊടുത്തു. ഒരുപാട് അലിഗേഷനുള്ള ഒരു ഫ്ലാറ്റാണ്, കാരണം ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ അല്ലേ? അതുകൊണ്ടാണോ താഴത്തേക്ക് ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരാനുള്ള കാരണം? ഒഴുകി വരാനുള്ള കാരണം തന്നെ ആയിരിക്കും. ഇപ്പം മേളത്തെ ബിൽഡിങ്ങിൽ നിന്ന് താഴത്തേക്ക് ഒഴുകാണല്ലോ ചെയ്തത്. താഴത്തെ വീട്ടിൽ ബിൽഡിങ്ങിലേക്ക് ഒഴുകി വരികയാണ് ചെയ്തത്. അത് ചുമരുമക്കൂടെ ഒഴുകി വരുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. ചുമരിലൂടെ ഒഴുകി വരികയാണ്. ഈ ചുമരിലൂടെ ഒഴുകി വരുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടല്ലേ? അത് തീർച്ചയായിട്ടും ചിലപ്പോൾ ആയിരിക്കാം. അപ്പോൾ അതിന് മേയറായിട്ടും MLA ആയിട്ടും GCD ചെയർമാനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് GCD ഓഫീസിൽ GCD ചെയർമാനും അസോസിയേഷൻ പ്രസിഡന്റും മറ്റ് എഞ്ചിനീയർമാരുമായിട്ടൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഞങ്ങൾക്ക് തന്ന പ്രോമിസ് അത് തന്നെയാണ്. നമുക്ക് അടുത്ത് തന്നെ പ്രശ്നങ്ങൾ തീർത്തു തരും, പൂർണ്ണമായ രീതിയിൽ തീർത്തു തരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമാണോ നിങ്ങൾ ഈ കാണുന്നത്? അതിനുശേഷം GCD തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ ഫോൺ വന്ന് നമ്മളിവിടെ വന്നതും GCD ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത്. അപ്പാണ് ബോഡി ഇങ്ങനെ കാണുന്നത്. ഈ ബോഡിക്ക് ഏകദേശം ഒരു 3 ദിവസം പഴക്കം വരും. 2 ദിവസത്തെ പഴക്കം തോന്നുന്നുണ്ട്, അറിയില്ല കൃത്യമായിട്ടുള്ള പഴക്കം. തൊട്ട് മുമ്പിൽ പോലും വീട്ടുകാരുണ്ടായിരുന്നിട്ട് അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ഇവര് ഇതിന്റെ ആയിരിക്കുള്ളൂ. ആ സ്മെല്ല് ഇപ്പോഴാണ് വമിക്കാൻ തുടങ്ങിയത്. താഴത്തേക്കായത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വമിക്കാൻ തുടങ്ങിയത്. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരെല്ലാവരും രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ആൾക്കാർ, രാത്രി വരുന്ന ആൾക്കാർ എല്ലാവരും അങ്ങനെ. ഇന്ന് തുടങ്ങിയാണ് സ്മെല്ല് വന്നേക്കണം. ഇന്ന് രാത്രി അവർ വന്നു അതിനെ കുറിച്ച് അറിയുള്ളൂ. താഴത്തുണ്ടായവർ ഈ സ്മെല്ല് അവരുടെ റൂമിലേക്ക് രക്തം വന്നത് കൊണ്ടിട്ടാണ് അവരുടെ താഴത്തെ ഫ്ലോറിലേക്ക് രക്തം ഒഴുകി വരികയും ദുർഗന്ധം ഉണ്ടാകുകയും ചെയ്തുകൊണ്ടാണ് ഈ സമയത്ത് അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര മണം വരുന്നുണ്ട്. അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് വല്ല എലി ചെത്ത് കിടക്കണതാണ്, മോനെ ഒന്ന് തുടയ്ക്കടാന്ന് പറഞ്ഞു. അപ്പം തുടയ്ക്കാനായിട്ട് ചെന്നപ്പോൾ ഭയങ്കര സ്മെല്ല്, നിവർത്തിയില്ല.
അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറിനെ വിളിച്ച്, സെക്രട്ടറി വന്നു എന്താ വെച്ചെന്ന് ചോദിച്ചു. ഇന്ന പോലെ കാര്യമാണെന്ന് പറഞ്ഞ് GCDക്കാരെ വിളിച്ച്, GCDക്കാർ വന്ന് നോക്കിയപ്പോൾ ഇവിടെയൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മുകളിൽ നിന്നായിരിക്കും ഒഴുകണേ, ഇത് ലീക്കുള്ളതുകൊണ്ടാണല്ലോ ഈ ഒഴുകി ഇറങ്ങിയത്. മഴ പെയ്ത് കഴിഞ്ഞാൽ 2 മൂലക്കും വെള്ളം വീഴും, അപ്പുറത്തും വീഴും, ഗ്യാസ് ഇരിക്കുന്നിടത്ത് വീഴും, വെള്ളം മൊത്തം നനഞ്ഞ് കഞ്ഞി വെക്കാൻ പോലും പറ്റൂല. എന്തിനിങ്ങനെ പണിതതെന്ന് നമുക്കറിയാം. നമ്മുടെ അവസ്ഥ ഒന്നും ഓർക്കും. നമ്മൾ ഈ വെള്ളത്തിൽ നിന്നാണ് നമ്മളെ വെള്ളത്തിലോട്ട് കൊണ്ടുവന്നിട്ടത്. ഇപ്പൊ ലീക്കുള്ളത് കൊണ്ടാണല്ല ഈ സാധനം ഒഴുകി നമ്മുടെ മതിലെ കൂടി താഴത്തോട്ട് ഇറങ്ങിയത്. 3 ദിവസമായിട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഇന്ന് ഞാൻ ജോലിക്ക് പോണ ഒരു വ്യക്തിയാണ്, വയ്യെങ്കിലും ഇന്ന് എനിക്ക് 3-4 ദിവസം കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടെ ഇരിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് സംഭവം അറിഞ്ഞത്. ഈ മരിച്ച ആളെ പേരെന്തായിരുന്നു? ശിവൻ. ശിവൻ എന്താ ചെയ്തോണ്ടിരുന്നത്? പണിയൊന്നുമില്ല, അല്ല അവനൊരു അനിയൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. 2 മൂലക്ക് വെള്ളം വീഴും, അപ്പുറത്തെ മൂലക്കും മെഴുകും. അവിടെയുള്ള പാത്രങ്ങളും അലമാരകളും നശിച്ചിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും മേടിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വെച്ച് കടം മേടിച്ചാണെങ്കിലും വെച്ചിട്ട് അതുപോലും വെക്കാനുള്ള അവസ്ഥയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് കുടിക്കാൻ പോലും പറ്റില്ല, ഗ്യാസിൽ കൂടി വെള്ളം ഒഴുകും. എത്ര പ്രാവശ്യം ഞങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞ്. ഇപ്പോൾ ഇത് ലീക്കുള്ളതുകൊണ്ടാണ് ഈ ചോര ഒഴുകി എൻ്റെ ഈ സ്ഥലത്തേക്ക് വന്നേക്കണത്. എനിക്കിതൊക്കെ പറയാനുള്ളൂ. എത്രയും വേഗം പെട്ടെന്നൊന്ന് റെഡിയാക്കി തന്നാൽ വളരെ ഉപകാരം. ഇതെന്റെ അമ്മൂമ്മയാണ്. അമ്മയോട് തനിച്ചാ താമസിക്കുന്നത്. സുഖമില്ലാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. വന്ന സമയത്താണ് അമ്മൂമ്മ പറഞ്ഞത് അവിടെ നിന്ന് എന്തോ ലീക്ക് ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കയറി തുടച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ല്, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അഭിലാഷ് എന്ന് പറഞ്ഞ സെക്രട്ടറി ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവര് വന്ന് നോക്കിയപ്പോഴാണ് ഈ അശ്വതി. ഞാൻ ഇവിടെ ഇപ്പൊ കോളനിയിൽ ഉണ്ടായതാണ്. ഞാൻ ഇങ്ങടേക്ക് ഞങ്ങൾക്ക് വീട് ഇട്ടിട്ട് മാറിയതാണ്. കുഴപ്പമില്ലായിരുന്നു, ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാത്റൂമിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചോരാൻ തുടങ്ങി. ചോർച്ചയുണ്ട്. എനിക്കിപ്പോഴും മേളിലത്തെ വീട്ടുകാരുടെ ബാത്റൂം യൂസ് ചെയ്യുന്ന സൈഡ് കൊണ്ട് അവരെ ബാത്റൂമിലെ വെള്ളമൊക്കെ സൈഡിൽ നിന്ന് ഒലിക്കുന്നുണ്ട് ഇപ്പോഴും. ചേച്ചിയുടെ പേരൊന്ന് പറയാമോ? അശ്വതി. ചേച്ചിയുടെ ഫ്ലാറ്റ് നമ്പർ ഒന്ന് പറയാമോ? 2ാം നില. നിങ്ങൾക്ക് ഫ്ലാറ്റ് നമ്പർ. എന്നാണ് ഇവിടെ നിങ്ങൾ താമസം ആരംഭിച്ചത്? ജനുവരി 31 2024 ജനുവരി 31. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ നിങ്ങൾ GCDയിലേക്ക് നൽകിയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ വീട്ടുകാരുടെ അവിടെ നിന്ന് വരുന്ന വെള്ളം, ബാത്റൂം വഴി വരുന്ന വെള്ളം ലീക്ക്, അതുപോലെ തന്നെ മഴ പെയ്താൽ പോലും വീടിനകത്തേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? നിങ്ങൾക്കിപ്പോൾ മര്യാദയ്ക്ക് ഒരു ദിവസം പോലും മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും മുകളിൽ ആരെങ്കിലും ബാത്റൂമിൽ പോയാൽ അതിന് വേസ്റ്റ് വാട്ടർ നേരെ നിങ്ങളുടെ റൂമിലോട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് GCDയുടെ ഭാഗത്തു നിന്നുണ്ടായോ? എന്തെങ്കിലും ഓഫറുകൾ അവർ തന്നിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരെപ്പോഴും വന്നു പോകുന്നുണ്ട്, പരാതികൾ എഴുതിയെടുക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല. നിങ്ങൾ ആർക്കൊക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത്? ഞങ്ങൾ GCDക്കും കോർപ്പറേഷനും MPക്ക് ഒക്കെ അയച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഏകദേശം മൊത്തം എത്ര ഫ്ലാറ്റ് ഉണ്ടെന്ന് അറിയാമോ ഈ ഒരു മൊത്തം കോമ്പൗണ്ടിൽ? 77 ഫ്ലാറ്റിന് 18 കോടി രൂപയാണ് മൊത്തം GCD ചെലവാക്കിയിരിക്കുന്നത്. അതറിയാവോ? അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു വീടിന് 17 ലക്ഷം രൂപ വെച്ചാണ് പെരുമാറിയിരിക്കുന്നതാണെന്ന് ഞങ്ങളോട് പറയുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ഇവിടെ എല്ലാം താമസിക്കുന്ന എല്ലാം കൂലിപ്പണിക്കാർ തന്നെയാണ്. എല്ലാവരും ജോലിക്ക് എല്ലാ സാധാരണക്കാരും അന്നത്തെ പണിയെടുക്കുന്നവർ. ഇവർക്കറിയാം കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നവരുണ്ട്, അതേപോലെ തന്നെ പല വിധത്തിലുള്ള ജോലിക്ക് പോകുന്നുണ്ട്. ഇവർക്കറിയാം ഈ 17 ലക്ഷം രൂപയുണ്ട് ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് ഒരു കിടിലം ഫ്ലാറ്റ് പണിയാം. ഇതിപ്പോ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കിടന്ന സാഹചര്യം മഴ പെയ്യുമ്പോൾ വെള്ളം അടിച്ചതിന് ഞങ്ങൾക്ക് കിടക്കായിരുന്നു. പക്ഷെ അതിനേക്കാളും ദുരിതമാണ് ഞങ്ങളുടെ ഈ ഫ്ലോറ്, ഈ തന്നിരിക്കുന്ന ലീക്കുകളും മോളിത്തെ ഫ്ലാറ്റിൽ നിന്ന് താഴത്തോട്ട് വീഴുന്നുണ്ട്. ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് ഈ 30-ാം തീയതി വരുമ്പോൾ 1 വർഷം തികയണാണ് ഇവിടെ താമസിച്ചിട്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ തന്നെ. ഞങ്ങളെ കുഴി കൊണ്ട് ചാടിച്ചു തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് തന്നെ GCDക്കാരും ഉണ്ട്, ലൈഫ് മിഷനും എല്ലാവരും ഉണ്ട്. എല്ലാവരും തന്നെ ചാടിച്ചതാണ്. 17 ലക്ഷം ഒരു ഫ്ലാറ്റിന് ആയെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ 17 ഇത്രയും ദുരന്തം ഞങ്ങൾ അനുഭവിക്കുന്നു? ആ 17 ലക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല വീട് വെക്കായിരുന്നല്ലോ. ബാൽക്കണി ഉണ്ടാവും, പിള്ളേർക്ക് കളിക്കാൻ ഫ്ലോർ ഉണ്ടാവും. ഇത് ബാൽക്കണി വേണ്ട, ഞങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കും വേണ്ട. ഞങ്ങളുടെ വീടിന്റെ അകം ഒന്ന് ഇവർ ക്ലിയർ ചെയ്ത് വാഗ്ദാനങ്ങളെല്ലാം ബാൽക്കണി ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ട്. ഇവർ വരുമ്പോൾ ഓരോ ദിവസം ഓരോ പരാതി എടുത്തുകൊണ്ട് പോകുന്ന എഴുതിക്കൊണ്ട് പോകുന്നതല്ലാതെ ഇതിന് ഒരു നടപടി ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല. പിന്നല്ല, ഒരു രോഗിക്ക് വന്ന് ഞങ്ങൾ കസാര പൊക്കിയാണ് താഴെ ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. എത്ര പേര് പൊക്കിയാന്ന് അറിയാം അവരെ മോളിൽ കൊണ്ടുപോയത്. ഇതുപോലെ എല്ലാവരും ഉണ്ട്, രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പുറത്ത് പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ പിള്ളേർക്ക്. പാമ്പിന്റെ ബഹളമുണ്ട്, എല്ലാം എലി ചത്തിട്ട് അത് പുഴുവാണ്. ഓരോ പെരക്കകത്തും പുഴു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഈച്ച വന്ന് വീഴുവാണ്. അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. ഇവർ ശരിയാക്കി തരാമെന്ന് പറയണ മാത്രമല്ലേ ഉള്ളൂ.
ഇതുവരെ ഒരു നടപടിയായിട്ടില്ല ഒരു ഭാഗത്തുനിന്ന്. എൻ്റെ ഒരു പേര് രുക്മിണി മുരുകൻ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് ഈ മാസത്തോടു കൂടി ഒരു വർഷമാകാൻ പോകുന്നു. ഞങ്ങൾ ഇത്രയും കാലവും താമസിച്ചിരുന്നത് എറണാകുളത്ത് ഗാന്ധിനഗർ കടവന്തറ ഭാഗത്ത് അവിടെ കോളനിയിലാണ് ഞങ്ങൾ താമസിച്ചത്. 48 വർഷം കൊണ്ട് ഞങ്ങളവിടെ താമസിച്ചു. കാര്യം ശരി, മഴ പെയ്യുമ്പോൾ വെള്ളം കയറും. എന്നാലും വെള്ളം മഴ പെയ്യുമ്പോൾ അത് പോകും, ഞങ്ങൾ കോരി കളയും. എന്നാലും ഞങ്ങൾക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ കൂരയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ദുരിതമല്ലാതെ ദുരിതപ്പെയ്ത്താണ് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അനുഭവിക്കുന്നത്. അതെന്തോ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ നിന്ന് ദൂരമുണ്ട്. എല്ലാവരും അവിടെയാണ് ജോലിക്ക് പോകുന്നത്. എറണാകുളത്താണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ കാശ് കൊടുത്ത് എല്ലാം ഡെയിലി ബസ് കാശ് തന്നെ ഒരു 19 രൂപ വരും ഡെയിലി 200 രൂപ കയ്യിൽ പിടിച്ചിട്ട് വേണം ഇവിടുന്ന് വണ്ടിക്ക് പോകാനായിട്ട്. വണ്ടിക്ക് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെയും പോകണം. വീട്ടു ജോലിക്ക് പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് പിന്നെയും പോകണം. അതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് വെള്ളം പോകില്ല. മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം മുഴുവനും താഴോട്ട് ചോർന്ന് ഒലിച്ച് താഴെ ഇറങ്ങും. അതേപോലെ കത്തിക്കേണ്ടി വരില്ല, അടുപ്പ് മാത്രം കത്തിക്കരുത്. അതെന്താ അടുപ്പ് കത്തിച്ചാൽ എന്താ സംഭവിക്കുക? അടുപ്പ് കത്തിച്ചാൽ വെള്ളം വീണ് ഇട്ട് പോവും, ഗ്യാസ് വെറുതെ വേസ്റ്റ് ആയി പോവും. ഇത് തുടങ്ങി നിങ്ങൾ വന്ന കാലം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ആകാൻ പോണി ഒരു കൊല്ലം കൊണ്ട് ഇത് തന്നെ അനുഭവിക്കണം. വെളുപ്പാങ്കാലത്ത് പോണവർക്കും ഗതി അത് തന്നെ, ഉച്ചക്ക് പോണവർക്കും വണ്ടിക്കൂലിയുടെ വണ്ടി വന്നാൽ വണ്ടി ഇവിടെ ഈ ഏരിയയിലില്ല. പുതിയ പാലത്തിൻ്റെ അവിടെ പോകണം, അല്ലെങ്കിൽ കൊച്ചുപള്ളിയുടെ അവിടെ പോകണം. ഞാൻ കറക്റ്റ് 4 മണി കഴിയുമ്പോൾ ഇവിടുന്ന് പോണ ആളാണ് ഞാൻ. ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മാസത്തെ ശമ്പളം വേണം വണ്ടിക്കൂലി. എന്താ വെച്ച് ഒരു മാസത്തെ ശമ്പളം, ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വണ്ടിക്കാശായിട്ട് മാറ്റി വെക്കണം. പണി ഇങ്ങനെ ചെയ്തത് തൃശ്ശൂർ കമ്പനിക്കാണ് കോൺട്രാക്ടർ കൊടുത്തത്. ആ ഒരു വ്യക്തിയാണ് ഈ ഉടായ്പ പണി കാണിച്ചത്. ആ വ്യക്തിയുടെ പേരറിയാവോ? പേരറിയാന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ചു പറയും. സർക്കാർ ഒരു കോൺട്രാക്ട് കൊടുത്ത് ഒരാളെ ഉത്തരവാദിത്വത്തോടുകൂടി ഒരാളെ ഏൽപ്പിക്കുകയാണ്. സർക്കാരിന് കൂടെ നിന്ന് പണിയിക്കാൻ പറ്റില്ല. ആ പണിയിപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ആ വ്യക്തി ആര് തന്നെയായാലും ചെയ്യുന്ന മഹാഭാവമാണ്. അത് ഞങ്ങളോട് ചെയ്ത്. കാരണം നിങ്ങൾ ഇപ്പൊ മഴ പെയ്യുമ്പോൾ വെള്ളം വന്നിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ജോലിക്ക് പോകാൻ എളുപ്പമായിരുന്നു. ഞങ്ങൾ വെള്ളക്കെട്ടിൽ നിന്ന് അത് താഴെ കൂടെ വെള്ളം വന്നോണ്ടിരുന്ന. ഇപ്പൊ ഞങ്ങൾക്ക് മുകളിൽ നിന്നാ വെള്ളം വന്നു. ആദ്യം ഞങ്ങളോട് പറഞ്ഞു ബാൽക്കണി ഉണ്ടാകും, നിങ്ങൾക്ക് കളിക്കാം, പിള്ളേർക്ക് കളിക്കാം, പാർക്ക് ഉണ്ടാകും, കടകളെല്ലാം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. അന്നത്തെ ഞങ്ങളുടെ കൗൺസിലർ പൂർണിമ മേഡമാണ്. രണ്ടാമത് അപ്പോഴത്തേക്ക് അവർ മാറിക്കഴിഞ്ഞു. പിന്നെ കുഞ്ഞമ്പാവയുടെ മകൻ ശിവൻ, പുള്ളിയും നല്ല രീതിയിൽ പണി തുടങ്ങിയപ്പോൾ പുള്ളി ഇവിടെ വന്നു. ദൈവം എത്തിച്ചിട്ട് അത് കാലൻ കൊറോണ എന്ന കാലൻ അങ്ങനെ കൊണ്ടുപോയി. ഈ ഇതിന്റെ കോൺട്രാക്റ്റിൽ ആ ചേച്ചിക്ക് എന്തോ പറയണ്ട, അതും കൂടെ ഒന്ന് ചോദിച്ചേക്കാം. അഴിമതി മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത്. അത് മാത്രം അവർ ചെയ്തേക്കുന്നത്. കാരണം ഒരു പണിയും ഒരു വൃത്തിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അവിടെ കിടന്നേക്കാളും ദുരിതമാണ് ഇവിടെ വന്നപ്പോ. ഭയങ്കര ദുരിതമാണ്. കാരണം വീടിന്റെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അടുക്കള ഭാഗമൊക്കെ തിണ്ണ മുഴുവനും പൊട്ടിക്കെടുക്കുക. തിണ്ണ മുഴുവനും ഒരു മഴ പെയ്ത മുകളിലത്തെ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം വന്ന് നിങ്ങൾക്ക് അതിനൊക്കെ വെള്ളം വന്ന് ചോദിക്കും. അവനല്ലേ പ്രസിഡന്റ്, അവൻ കണ്ടിട്ടുണ്ടല്ലോ. അതിന് മാത്രമല്ല ഈ സീവേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഒരു കൈ മുഴം നീളത്തിലാണ് ഇവിടെ കുഴിയെടുത്തിരിക്കുന്നത്. അത് എല്ലാ ദിവസവും ഇവിടെ ലോറി വന്നിട്ട് കോരിക്കൊണ്ട് പോകും. സെപ്റ്റി ടാങ്ക് ടാങ്കാണ്. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അവിടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഈ മണ അടിച്ചിട്ട് കുഴിയിലിട്ടെന്ന് പറഞ്ഞാൽ കുഴിയിലിട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാലോ, ഇതാര് ചെയ്താലും ആരൊക്കെ ഇന്ന് കൈയിട്ട് വാരി തിന്നാലും അവന് ഗതി പിടിക്കില്ല. ഒരു കാലം ഈ ജന്മല്ല 7 ജന്മത്തും അവനെ തലയിൽ ഇടുത്തി വീഴുന്നല്ലോ. കോട്ടുകങ്ങ സുനാമി പോയ സുനാമി അവനൊക്കെ തേടി ചെല്ലും, അല്ലെങ്കിൽ കൊറോണ രൂപത്തിൽ. അത്രയും കഷ്ടപ്പാടുണ്ട് ഞാനൊക്കെ. അതായത് കൊറോണ വന്നിട്ട് ഒരുപാട് പേര് മനുഷ്യ ജീവൻ എടുത്തായിരുന്നു. ഇവനെ പോലെയുള്ള അഴിമതി വീരന്മാരെ എടുക്കുന്നില്ല. അവന് ഈ കോൺട്രാക്ടറിനെ ഒട്ടും കൊണ്ടുപോയിട്ടില്ല. അവനെന്നല്ല അവന്റെ തലമുറ. സ്ത്രീകളും ഉണ്ട് അതില്. ആര് ഈ ഇതില് ഇതില് GCD ഉദ്യോഗസ്ഥരാണല്ലോ നടത്തിപ്പുകാര്. അതില് ആരെങ്കിലും പേരറിയാമോ? അറിയില്ല. ഇവിടെ എപ്പോഴും വരുന്നത് വന്ന് ഇവിടുന്ന് എല്ലാവരുടെയും ചീത്തയും കേട്ട് അവര് പോകും. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുവരെ അതിനെ കുറിച്ച് യാതൊരു മറുപടി നിങ്ങൾക്ക് ചീത്തയാക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും വരും. 2018
ജൂലൈ 31-ാം തീയതി ഞങ്ങൾക്ക് കല്ലിട്ടതാണ്. കല്ലിട്ടിട്ട് ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞാണ് ഈ വീട് ഇങ്ങനെ സെറ്റിലാക്കി തന്നത്. 5 വർഷം കഴിഞ്ഞതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഭവനം നിർമ്മിച്ചു നൽകാൻ ശരിക്കും പറഞ്ഞാൽ 17 ലക്ഷം രൂപയാണ് ഒരു ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് നല്ല അടിപൊളി വീട് പണിയാം. ഇത് ഞാൻ വന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ 18 ലക്ഷം രൂപയാണ്, നിങ്ങൾ 18 തരണ്ട, ഒരു 10 ലക്ഷം രൂപ ഇതിൽ അടിപൊളിയായിട്ട് വീട് ഞാൻ സ്ഥലം മേടിച്ച് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാമെന്നാണ്. അങ്ങർക്ക് ആ പെണ്ണുമ്പ വന്നവർക്ക് മറുപടി ഇല്ലാതെ അവര് വേഗം കയറിപ്പോയി. മഞ്ചേച്ചി അടുത്ത മഴയ്ക്ക് ഇപ്പൊ വെള്ളം ചോരൂല്ലേ? എല്ലാ വീട്ടിലും ഇപ്പൊ എന്റെ പെരക്കാത്ത് ബാത്റൂമിൽ കുളിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ താഴെ താമസിക്കുന്നവരുടെ തലയിൽ വീഴും. ശരിക്കും ഞങ്ങളെ കൊണ്ടൊന്ന് കുഴി തള്ളിയത്. ഇതിന് ഉത്തരവാദി ആരൊക്കെയാണ്? ഉത്തരവാദി ആരൊക്കെന്ന് വെച്ചാൽ ഇത് പണിത ആരാന്ന് വെച്ചാൽ അവര് കോൺട്രാക്ട് മാത്രം പറഞ്ഞ് നമുക്ക് ഒഴിവാകാൻ പറ്റുമോ? കാരണം ഇതിന് പറയണില്ല, ഇത് പണിയിക്കാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥര് ഈ അഴിമതിക്ക് കൂട്ടുന്നേക്കല്ലേ? അവരാണ് ഇതിന് സമാധാനം പറയുന്നത്. ഇവിടെ ഇത്രയും ഒരാൾ മരിച്ചു കിടന്ന് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത്. അത് താഴത്തെ വീടിലെ ചുമരിലൂടെ ആ മരിച്ചാളുടെ ചോര വെള്ളം ഒഴുകി വരുന്ന സമയത്താണ്, ആ സ്മെല്ല് കൊണ്ടാണ് നിങ്ങൾ GCD ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. ഈ ദുരിതത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ പാടുകൂടി തള്ളി ഈ ചീഞ്ഞ വെള്ളവും ഒരു കാലം അവന്മാരെന്നല്ല, അവന്മാരുടെ തലമുറ 7 തലമുറ അതോടെ നശിക്കണം. ഇനി ഒരാളെ ചതിക്കണം. ഇനി ഒരു പാവികളെ, ഒരു പാവപ്പെട്ടങ്ങളെ, ഒറ്റ പാവപ്പെട്ട പിച്ചക്കാർക്ക് പോലും കൊടുക്കാൻ അന്തസ്സില്ലാത്ത പണിയാണ് ഞങ്ങളോട് ഇപ്പൊ കണ്ടത്. ഞങ്ങൾ ചേരിയിൽ ചെളിവെള്ളത്തിൽ കണ്ടത്. അതാണ് പ്രധാന കാരണം. ഇത്രയും മതി നമുക്ക്. അവിടെ വെച്ച് നോക്കുമ്പോ അവര് വിചാരിച്ച് നമുക്കിത് സ്വർഗമാണ്, പക്ഷെ ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു സ്വർഗം. ചെയർമാൻ അങ്ങനെയാണെന്ന് പറഞ്ഞേക്കണം. ഒരു ബോൾഡായിട്ടുള്ളൊരു തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് തീർത്ത് പൂർത്തീകരിപ്പിച്ചിട്ടേ പുള്ളിക്കാരൻ ഇറങ്ങുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസിനുണ്ടായ അപകടത്തെ തുടർന്ന് സ്റ്റേഡിയത്തിലെ അഴിമതി കഥകൾ പുറത്തു വന്നെങ്കിൽ GCDA മുണ്ടമ്പേലിയിൽ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷന്റെ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ അഴിമതി കഥകളെല്ലാം 3 ദിവസത്തിന് ശേഷം തിരിച്ചറിഞ്ഞ ശിവന്റെ ചോര കൊണ്ടെങ്കിലും ഇവിടെ നടക്കുന്ന അഴിമതി കഥകൾ പുറലോകം അറിയട്ടെ, അവർക്ക് നീതി ലഭിക്കട്ടെ. സൈനിങ് ഓഫ് പോളി വടക്കൻ, മീഡിയ മലയാളം.